ഹായ് ഗായ്സ്, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ ഫാമിലി എല്ലാവരും ഒരു ചെറിയ ട്രിപ്പ് പോവാണ്. വലിയ കാര്യമായിട്ടുള്ള സ്ഥലത്തൊന്നുമല്ല, തിരുവനന്തപുരം അങ്ങനെ ആ ഒരു ഏരിയ, പൊന്മുടി, പിന്നെ പറ്റുവാണെങ്കിൽ കന്യാകുമാരി, അങ്ങനെ ഒന്ന് എക്സ്പ്ലോർ ചെയ്തിട്ട് വരാമെന്ന് വിചാരിച്ചാണ് പോകുന്നത്. പിന്നെ ആ ഒരു സങ്കടം എന്ന് പറയുന്നത്, അനിയത്തിമാർ രണ്ടുപേരും ഇല്ല. ജോ ഇല്ല. ജോ എന്ന് പറയുന്നത് എൻ്റെ രണ്ടാമത്തെ അനിയത്തിയുടെ ഹസ്ബൻഡാണ്. അപ്പം അവർ മൂന്നുപേരും ഇല്ല. ഇനി അവരുമായിട്ട് ഹോപ്പ്ഫുള്ളി പെട്ടെന്ന് തന്നെ പോകാം, ഒരു ട്രിപ്പ് പോകാമെന്ന് വിചാരിക്കുന്നു. അപ്പം ഇവിടുന്ന് നമ്മുടെ ഫാദറിലോയും ഇല്ല, പപ്പായും ഇല്ല. അപ്പം ബാക്കി നമ്മളെല്ലാവരും ഉണ്ട്. അവരെ നമ്മൾ ഷുവറായിട്ടും നമ്മുടെ ഈ ട്രിപ്പിലും മിസ് ചെയ്യും. അപ്പോൾ നമുക്ക് എന്തായാലും പോയിട്ട് വരാം. ആദ്യം നമ്മൾ നേരെ പോകുന്നത് പൊന്മുടിയായിരിക്കും. അപ്പം പോകുന്ന ഇടയ്ക്ക് എന്തെങ്കിലും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് കാണാം, അല്ലെങ്കിൽ നമുക്ക് പൊന്മുടി ചെന്നിട്ട് കാണാം. എല്ലാവരും സെറ്റായിട്ട് വെളിയിലോട്ട് ഇറങ്ങി. ഇനി ഞാനായിട്ട് കൂടുതൽ ഡയലോഗ് അടിച്ച് ലാഗ് ആക്കുന്നില്ല. ബൈ. നമ്മൾ പൊന്മുടി ഹിൽ ടോപ്പിലോട്ട് പോകുന്ന വഴിക്ക് ജസ്റ്റ് ഒരു സീനറി കണ്ടിട്ട് അവിടെ ഇറങ്ങിയതാണ്. അപ്പോൾ ദാ മഴ പെയ്യുന്നു. കുറെ ഉണ്ടായിരുന്നു. മഴ നനഞ്ഞ് ഓടിക്കേറി വന്നിരുന്നു. Wow, so dark. Sarah baby is sleeping. നൈസ്, സൂപ്പർ. ഈ നമ്മുടെ തിരുവനന്തപുരത്ത് ഇങ്ങനത്തെ ഒരു സ്ഥലം ഉണ്ടായിരിക്കുമെന്ന് നമ്മൾ വിചാരിക്കത്തേ ഇല്ല. നന്നായിട്ട് പ്രകൃതി ഭംഗി ആസ്വദിക്കാൻ പറ്റിയ സ്ഥലം. അതിൻ്റെ കൂടെ ചെറിയൊരു മഴയും. കാണു നല്ല കറുകറാന്ന് കറുത്ത കാർമേഘം. വൈബ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നാൽ നിങ്ങൾക്ക് മനസ്സിലാകത്തില്ല. എൻ്റെ വീഡിയോയിലൂടെ ഞാൻ മാക്സിമം ആ ഒരു വൈബ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ ശ്രമിക്കാം. മാക്സിമം നിങ്ങൾ ആരെങ്കിലും ഈ വീഡിയോ ഫുൾ കാണുന്നവരുണ്ടെങ്കിൽ ഡെഫിനറ്റായിട്ട് വന്ന് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്നൊരു സ്ഥലമാണിത്. ഞങ്ങൾ അത് ഈ തിരുവനന്തപുരം പോകണോ അതോ തേക്കടി മൂന്നാറൊക്കെ പോകണോ എന്നൊക്കെ ഇങ്ങനെ കൺഫ്യൂഷൻ അടിച്ചിരുന്നൊരു ഇതായിരുന്നു. പിന്നെ ഓർത്തെന്നാൽ പിന്നെ തേക്കടിയൊക്കെ നേരത്തെ പോയിട്ടുള്ളതല്ലേ, തിരുവനന്തപുരം പോകാം. പക്ഷെ നമുക്കൊരു ഇങ്ങനെ ഒരു തണുപ്പും വൈബും പിന്നെന്താ ഒരു ഫീല്, നേച്ചറിൻ്റെ വൈബൊക്കെ കിട്ടണം എന്നൊക്കെ വിചാരിച്ച് തിരുവനന്തപുരത്ത് വെച്ച് അങ്ങനത്തെ പ്ലേസ് ഉണ്ടോ എന്നൊക്കെ ഇങ്ങനെ വിചാരിച്ചിരുന്നപ്പോഴാണ് പൊന്മുടിയെക്കുറിച്ച് നമ്മൾ അറിയുന്നത്. എന്തായാലും നിങ്ങൾ പൊന്മുടിയുടെ ബാക്കി ആ ഒരു സൗന്ദര്യമൊക്കെ കണ്ടിട്ട് വാ.
വൈബ് ഇങ്ങനെ നമ്മൾ ബ്രെഡ് ഓംലെറ്റ് വെച്ച് വണ്ടി കയറുകയാണ്. പേപ്പാറ വൈൽഡ് ലൈഫ് സാങ്ച്വറി കാണാമെന്ന് വിചാരിച്ചിങ്ങനെ നമ്മുടെ പൊന്മുടിയിൽ നിന്ന് ഇവിടം വരെ വന്നു. കുറച്ച് ട്രാവലുണ്ട്. നെയ്യാർ ഡാമിലോട്ട് അതിലും കൂടുതലുണ്ട്. അത് ഞങ്ങൾ പിന്നെ പേപ്പർ വരെ പോയേക്കാന്ന് വെച്ചാൽ അങ്ങനെ വന്നു. മിനിയുടെ തലയോട്ട് നോക്കി സിന്ദൂരം. മമ്മിയും അമ്മയും വരുന്നില്ല എന്ന് പറഞ്ഞതിനാൽ ഞങ്ങൾ അങ്ങോട്ട് പോവാണ്. അവിടെ ഗേറ്റ് അടച്ചിട്ടിരിക്കുകയാണ്. ഞാൻ എവിടെ വെച്ചോ സ്റ്റോപ്പ് ചെയ്തിട്ട് പിന്നെ ഞാൻ വീഡിയോ എടുത്തില്ലെന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഇടയ്ക്ക് കാപ്പി കുടിക്കാനായിട്ട് നിർത്തിയായിരുന്നു. അതൊന്നും ഞാൻ എടുത്തില്ല. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ കുറേ പോയി ഓടി നമ്മുടെ ഇന്ത്യയുടെ ഏറ്റവും താഴത്തെ അറ്റത്തായ കന്യാകുമാരി വന്നു. അപ്പോൾ അവിടെ നമ്മളൊരു ഹോട്ടല് ശ്രീ അതിഥി ഭവൻ എന്ന് പറഞ്ഞൊരു ഹോട്ടല് ഫുഡ് കഴിക്കാൻ കയറി. ഇവിടുത്തെ മെനു എന്താണെന്നൊക്കെ വലിയ കാര്യമായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഞങ്ങൾ കഴിച്ചിട്ട് ഇനി റൂം അവിടെ പോയിട്ട് വരാം. അമ്മിണി ഇരിക്കുന്നു. മേലെ അമ്മിനി എങ്ങനെയുണ്ട്? ചൂടില്ലേ? ബാക്കി എല്ലാവർക്കും ഫുഡ് വന്ന് വെയിറ്റിംഗ് ഫോർ ബേബി ആൻഡ് we are waiting for our note. എനിക്ക് ഓട്ടമുള്ള ഞാൻ കൊള്ളുക. നല്ല ഗീ റോസ്റ്റ്, നല്ല ഗീയുടെ മണമുണ്ട്. പൊന്നുമണി അതിനോട് ഗീയുടെ ഗീയുടെ ഒക്കെ ഉണ്ട്.
സാമ്പാർ നോക്കാം. ഇതന്നെ ഇത് ചമ്മന്തി മറ്റേ ടൊമാറ്റോ. നല്ല ഗീട. ആഹാ, നല്ല കാറ്റും ഇതൊക്കെ ഉള്ള ഒരു റൂം. നൈസ് ഫുഡായിരുന്നു. അമീനി പൊന്നാനി. അമ്മിനിയെ മറ്റേ വീഡിയോക്കകത്ത് ഇത് തന്നെയായിരുന്നു പരിപാടി, തുപ്പൽ കപ്പിക്കാൻ. കണ്ട മുഖത്തെല്ലാം ഒഴിപ്പിച്ചിട്ടിരിക്കണം. ഇളകിക്കേ നോക്കട്ടെ. എനിക്ക് കുളിക്കാതെ കട്ടിൽ കിടക്കാൻ ഇഷ്ടമല്ല. ഞങ്ങളുടെ റൂമിലെത്തി ഗായ്സ്. അമ്മിണി ഇവിടെ കിടന്ന് ഇളകുവാണ്. അമ്മിണി ഒന്ന് പെട്ടെന്ന് കുളിപ്പിക്കണം. ആ കണ്ട കണ്ട കണ്ട. ആ ആ ആ ആ ഇപ്പം കിടന്ന് അമ്മിണിയാണ് നിരങ്ങി അവിടെ വരെ പോയത്. നല്ല കൂതറക്കോലം. നമ്മളങ്ങനെ റൂമിൽ വന്നു. കന്യാകുമാരി തന്നെ ഉള്ളൊരു റൂമാണ് നമ്മൾ എടുത്തത്. അത്യാവശ്യം നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ളൊരു പുതിയ റൂമാണ്. ജസ്റ്റ് ഞാൻ കാണിച്ചു തരാം. ഇനി നിങ്ങളാരെങ്കിലും കന്യാകുമാരി സ്റ്റേ നോക്കുന്നുണ്ടെങ്കിൽ നല്ലൊരു റൂമാണ്. കാണിച്ചു തരാം. റൂമും കാര്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടു. ഞങ്ങൾ കുളിക്കട്ടെ. മണി നീന്തി പോയി. ഇവിടെ അല്ല, നമുക്ക് വീട്ടിൽ പോയില്ല. ഇതെല്ലാം നമുക്ക് കഴുകിട്ടില്ല. അയ്യോ, ഞങ്ങളൊന്ന് ഇപ്പോൾ പെട്ടെന്ന് ഫ്രഷ് ആയിട്ട് വരട്ടെ. എന്നിട്ട് പറ്റുവാണെങ്കിൽ ഞങ്ങൾ കന്യാകുമാരി പോകും. ജസ്റ്റ് അവിടെ ബീച്ചിൻ്റെ ഏരിയ ഒന്ന് പോകും. അല്ലെങ്കിൽ ഇന്ന് ഇവിടെ തന്നെ റെസ്റ്റ് ചെയ്യും. അപ്പം കുളിച്ചിട്ട് വരാം. ഹായ് ഗായ്സ്. അപ്പോൾ എല്ലാവരും ഉറക്കം പിടിച്ച സമയം 12:30 അങ്ങനെ എന്തോ ആയി. ഞങ്ങൾ വെളിയിൽ പോകണമെന്നൊക്കെ വിചാരിച്ചെങ്കിലും എല്ലാവരും ഒരുങ്ങി പിടിച്ചൊക്കെ വന്നപ്പോഴത്തേനും സമയം ലേറ്റായി. അതുകൊണ്ട് രാവിലെ സൺറൈസ് കാണണം എന്നുള്ളത് കൊണ്ട് എല്ലാവരും കിടന്നു. കൊച്ചും ഒക്കെ കിടന്നു. എല്ലാവരും നല്ല അവളൊന്ന് വണ്ടിയിലിരുന്ന് നല്ല കാര്യമായിട്ട് ഉറങ്ങിയില്ല. മൊത്തം ട്രാവലായതുകൊണ്ട് അവളും കിടന്നുറങ്ങുവാണ്. ഇച്ചായും കിടന്നുറങ്ങി, ഞാനും കിടന്നുറങ്ങട്ടെ. ഇന്നലെ രാത്രി ഉറങ്ങിയില്ല. ഇനിയിപ്പം ഇപ്പം തന്നെ 12:30 രാവിലെ 5:30 ആകുമ്പോൾ എഴുന്നേൽക്കണം. കുറച്ച് നേരം കിടന്ന് ഉറങ്ങാനേ ഉള്ളൂ. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ഇനി നമുക്ക് കന്യാകുമാരിയിലെ വ്ളോഗ് ഉടനെ വരുന്നതായിരിക്കും. അപ്പം അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരെ ബൈ ബൈ ഫ്രം സേറ.